വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികളും മുതിർന്നവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. റവ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പാല് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനത്തെ ബർഫി ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അതായത് പാലിൻ്റെ ഗുണങ്ങൾ കുട്ടികളുടെ ശരീരത്ത് പോകാൻ വേറൊരു മാർഗം കൂടിയാണിത്. അപ്പോൾ അതിന് നമ്മൾ വേണ്ടത് ഒരു പാൻ അടുപ്പിൽ വെച്ച് 180 ഗ്രാം ബട്ടർ അതിനകത്തേക്കിട്ട് മെൽറ്റാക്കുക. നിങ്ങളുടെ കയ്യിൽ കഷ്ണമാണ് ഇരിക്കുന്നതെങ്കിൽ അതൊരു 5 കഷ്ണം ഇട്ടാൽ മതി, പീസായിട്ടിരിക്കുന്ന ബട്ടറാണെങ്കിൽ. അതിനുശേഷം അതിനകത്തേക്ക് 1 കപ്പ് സൂചി, അതായത് 280 ഗ്രാം അല്ലെങ്കിൽ 300 ഗ്രാമോളം വരുന്ന സൂചി ഈ ബട്ടറിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റായി കിട്ടുന്നത് വരെ എടുക്കുക. അതിന് ഒരു 6-7 മിനിറ്റ് വേണ്ടി വരും. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതായത് 180 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതിലൊരു ചെറിയ കപ്പിന് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് സിറപ്പാക്കി എടുക്കുക. ഇതും ഏകദേശം ഒരു 5-6 മിനിറ്റ് വേണ്ടി വരും. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതൊരു സിറപ്പാവും. അപ്പോഴത്തേക്കും ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ സിറപ്പും നമ്മൾ മാറ്റി വെച്ചു. ഇനി അടുത്തത് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ബട്ടറും റവയും ചേർത്തുള്ള മിക്സ് വീണ്ടും നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് അതിനകത്തേക്ക് ഒരു 200 ഗ്രാം മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സിറപ്പ് കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ സിറപ്പ് തീരുന്നത് വരെ മിക്സ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ ഇത് നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ വിട്ട് വരുന്ന പരുവത്തിൽ അതുവരെ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ പരുവത്തിലേക്ക് വരുത്തണം. അപ്പോൾ സിറപ്പിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പഞ്ചസാര ഈ റവയോടൊപ്പം ചേർന്ന് നല്ല ഒരു കട്ടിപ്പരുവത്തിലാവുമ്പോൾ ഇതുപോലെ വിട്ടുവരും. ഇങ്ങനെ വിട്ട് വരുന്ന സമയത്ത് നല്ല വിട്ട് വന്ന് ഉരുണ്ട് വരുന്ന സമയത്ത് നമുക്കിതിനെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ബർഫി വെക്കുന്നത് ആ പാത്രത്തിൽ അല്പം നെയ്യോ എണ്ണയോ തടകി ഇതിനെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ടതിനെ ലെവൽ ചെയ്തെടുത്ത് ഒന്ന് തട്ടി 1 മണിക്കൂർ തണുക്കാനായി മാറ്റി വയ്ക്കാം. ഒരു മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് സെറ്റായി കഴിയും. അപ്പോൾ നമുക്കിതുപോലൊരു കത്തി ഉപയോഗിച്ച് 4 സൈഡും ഒന്ന് ഇളക്കി വേറൊരു ഈ പാത്രത്തിലേക്ക് നമുക്കിത് കമഴ്ത്തി ഫ്ലിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ആകൃതി എങ്ങനെയാണോ അങ്ങനെ മുറിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയുള്ള ഒരു കുട്ടികൾ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ഒരു ബർഫിയാണ്. ഇതിങ്ങനെ നമുക്ക് കഷ്ണങ്ങളാക്കി മുറിച്ച് ഭരണികളിലോ പാത്രങ്ങളിലോ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ആവശ്യാനുസരണം കുട്ടികൾക്ക് എടുത്ത് കൊടുക്കാവുന്നതാണ്, വലിയവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുന്നവർ ഫീഡ്ബാക്ക് ഒന്ന് ഇട്ടേക്കണേ, കമൻ്റായിട്ടിട്ടാൽ മതി. അപ്പോൾ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഇനി മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ.